ഗൈസ്, അപ്പോൾ ഞങ്ങളിവിടെ ഇപ്പോൾ ശ്രീനഗർ എത്തിക്കുകയാണ്. അപ്പോൾ ശ്രീനഗറിൽ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഒരു ഹൗസ് ബോട്ടിലാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹൗസ് ബോട്ട്. അപ്പോൾ നല്ല തണുപ്പുണ്ട്, എന്നാലും കുഴപ്പമില്ല, നല്ലൊരു വ്യൂ കാണാം നിങ്ങൾക്ക് ശ്രീനഗറിൻ്റെ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ. ഇന്നിപ്പോൾ നമ്മൾ ഇവിടുത്തെ ലോക്കൽ കാര്യങ്ങളൊക്കെ കാണുന്നത്. അങ്ങനെ ശ്രീനഗറിലെ ആദ്യത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നല്ല ക്ഷീണം കാരണം നല്ല ഉറക്കത്തിലായിരുന്നു. ആരോ വാതിലിൻ്റെ അവിടെ വിളിക്കുന്ന പോലെ തോന്നി. നോക്കുമ്പോൾ വിശാലമായി കിടക്കുന്ന ദാൽ തടാകത്തിൽ അതിൽ ഇര തേടി നടക്കുന്ന താറാവും കൂട്ടത്തെയാണ് എനിക്ക് ആദ്യമായി ശ്രീനഗർ സമ്മാനിച്ചത്. ഇര തേടി നടക്കുകയാണ്. ഉണ്ടോ, ഇത്ര മനോഹരമായ കാഴ്ചയാണ്. 2 ഹൗസ് ബോട്ടാണ്, ഇതെല്ലാം താമസിക്കുന്നവരാണ്. ഞങ്ങളാ താമസിക്കുന്ന ഹൗസ് ബോട്ടാണ് ഇത്. 2 ബെഡ്റൂമാണ്. ഇതെല്ലാം ഹൗസ് ബോട്ടാണ്. എന്തോ ഒരു താറാവ് ഇര തേടി ഇങ്ങനെ നടക്കും. താറാവെന്ന് തോന്നുന്നു. ഉണ്ടോ. അപ്പോൾ ഈ കൂടുതൽ വിശേഷം നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ റെഡിയായി നേരെ ഗഡ് നമ്പറിലേക്ക് പോവുകയാണ്. ഷിക്കാരയിലാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ കാഴ്ചകൾ കാണാം. जाना है ना, पूरा साइड श्रीनगर करना है ना, तो ये है ना जेमिया वे में है ना, अगर जेमिया जाना है तो इसी साइड है. अच्छा. जेमिया मस्जिद वो बहुत बड़ा है. अच्छा. ടെമ്പിളിൻ്റെ റോഡിലേക്ക് കിടക്കുമ്പോൾ തന്നെ അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മളെ പേരും ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യണം. നമ്മൾ എൻ്റർ ചെയ്യുന്ന ഒരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല ചെക്കിംഗ് ആണ് അവിടെ ഉള്ളത്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ്. ടാഗും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് അവർ അകത്തേക്ക് കയറ്റി വിടുള്ളൂ. ടെമ്പിൾ സ്ഥിതി ചെയ്യുന്ന ഏകദേശം 300 മീറ്റർ ഹൈറ്റിലാണ്. ധർമ്മ ട്രസ്റ്റാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത്. അങ്ങനെ ശൃംഗാര നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്, വൃത്തിയില്ല സ്റ്റെപ്പൊന്നും. പിന്നെ
കുറേ ബുക്കുകൾ ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടോപ്പിലെത്താറായി. ഇനി കുറച്ചും കൂടി സ്റ്റെപ്പുണ്ട്. ടോപ്പിൻ്റെ വ്യൂ ആണ് ഇതേ കാണുന്നത്. ക്യാമറയിൽ കുറച്ച് കാണാൻ പറ്റില്ല, എന്നാലും ശ്രീനഗറും ഡാൽ ലേക്കും ഒക്കെ കാണാൻ പറ്റും. അതാണ് അമ്പലത്തിൻ്റെ അടുത്തെത്തി. ഉണ്ടോ ലാസ്റ്റിൽ ഇതിനൊപ്പം നടത്താൻ പറ്റുന്നു. ഇത് എൻട്രിയാണ്. ഉണ്ടോ അങ്ങനെ ശങ്കരാചാര്യൻ്റെ ഏറ്റവും മുകളിൽ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ നമ്മുടെ എഴുതിയിരിക്കും ഇവിടെ ഹിന്ദിയിലും അറബിയിലെല്ലാം എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിലും. അതായത് അതിൽ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും എല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അണ്ടറിലാണ് ഇത് വരുന്നത്. ഈ ശങ്കരാചാര്യ ടെമ്പിൾ എന്ന ഒരു ട്രസ്റ്റിൻ്റെ അണ്ടറിലാണ്, ധർമ്മ ട്രസ്റ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഇതാണ് മെയിൻ എൻട്രി. നമ്മളിവിടെ ഷൂ എല്ലാം അയച്ച് മുകളിലേക്ക് കയറേണ്ടി വരും. ബാക്കി ഞാൻ മുകളിൽ പോയിട്ട് വന്നിട്ട് പറയാം വിശേഷം. ഇതാണ് മെയിൻ എൻട്രി. ഇവിടെ ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട്. ഒരു പാർക്കാണിത് കാണുന്നത്. പാർക്കല്ല, ഒരു ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രീനഗറിൻ്റെ ഒരു വ്യൂ ആണ്. അവിടെ എന്താ പ്രസാദം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ഷൂ അയച്ചിട്ട് വേണം. ഇവിടെ വചന പോലെ എന്തൊക്കെയോ ചെല്ലുന്നുണ്ട്. നമ്മൾ സ്റ്റെപ്പ് ഏറ്റവും മുകളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ശങ്കരാചാര്യ അമ്പലം. ഇതുവരെയുള്ള ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി ഒന്നും പാടില്ല, ബോർഡൊക്കെ ഉണ്ട്. ഭണ്ഡാരെല്ലാം കാണും. നമുക്ക് ഒന്ന് ചുറ്റിയിട്ട് വരാം. ഉണ്ടോ ശ്രീനഗറിൻ്റെ ഒരു വേറെ മനോഹരമായ ദൃശ്യം നമുക്ക് ഇതിൽ നിന്ന് കാണാം. ഉണ്ടോ ഇത്ര മനോഹരമായ കാഴ്ചയാണ്. വ്യൂ എല്ലാവരും ഇവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നമുക്കൊന്ന് ഞാൻ ചുറ്റി കാണാം. ഉണ്ടോ ഏറ്റവും വലിയ വ്യൂ. ശ്രീനഗറിൻ്റെ വേറൊരു ഭാഗമാണ് ഈ കാണുന്നതെല്ലാം. ഡാൽ ലേക്കാണ്. അവിടെ നമുക്ക് ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ കാണാം. ഉണ്ടോ അത് കഴിഞ്ഞാൽ തിരിച്ച് അതുവഴി താഴേക്ക് ഇറങ്ങും. ദർശനം കഴിഞ്ഞിട്ട് കാണാം. അതിൻ്റെ ഉള്ളിലേക്ക് ഫോട്ടോഗ്രാഫി ഒന്നും പാടില്ല. കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.